ട്രാവൽ വ്യൂസിൻ്റെ പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്ന വെച്ചാൽ വൈകുന്നേരം 5 മണിക്കുള്ള ചായയുടെ കൂടെ കഴിക്കാൻ പറ്റിയ ഒരു സ്നാക്സ് ഉണ്ടാക്കാൻ വേണ്ടി പോവുകയാണ്. ഇപ്പോൾ എൻ്റെ കൂടെ ഉള്ളത് പാർവതിയാണ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ നമ്മൾ ഇന്ന് എന്താണ് ഉണ്ടാക്കാൻ പോകുന്നത് അറിയാമോ? എന്താണ് നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത്? അതെ, നമ്മൾ ഇന്നൊരു അടിപൊളി മുളക് ബജി ഉണ്ടാക്കാൻ പോകുന്നു. മുളക് ബജി ഉണ്ടാക്കാൻ വേണ്ടിയുള്ള മുളക്, ഉപ്പ്, കായപ്പൊടി, സോഡാപ്പൊടി, മുളക് പൊടി, നമ്മുടെ കടലമാവ്, എണ്ണ, ഇതെല്ലാം ഞങ്ങളുടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഞാൻ ഈ ഒരു പാത്രത്തിൽ 2.5 പാത്രം കടലമാവാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഈ കടലമാവിനെ മുളകൊക്കെ ചേർത്തൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഞാൻ 3 ടീസ്പൂൺ എന്ന് പറയാൻ പറ്റത്തില്ല, 3 സ്പൂൺ മുളക് പൊടി ഞാൻ ഇതിലോട്ട് ഇടുകയാണ്. നമുക്ക് മുളക് പൊടി എന്ന് പറയുന്നത് നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് നമുക്ക് മുളക് ചേർക്കാം. നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കായപ്പൊടിയും കുറച്ച് സോഡാപ്പൊടിയൊക്കെ ഇട്ട് ഒന്ന് നല്ല രീതിയിൽ മിക്സ് ചെയ്ത് നമുക്കിതിനെ അങ്ങോട്ട് മാറ്റി വയ്ക്കാം. അപ്പോൾ നമ്മുടെ മാവ് മിക്സ് ചെയ്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഈ മുളകിനെ ഒന്ന് 2ആയിട്ട് കീറുക. കാരണം ഇത് ഇത്രയും വലിയ സാധനമല്ലേ, അപ്പോൾ ഇതിനകത്തൊന്നും മസാല കറക്റ്റായിട്ട് കയറത്തില്ല. അതുകൊണ്ട് നമുക്കിതിനെ 2ആയിട്ട് കട്ട് ചെയ്ത് എടുക്കേണ്ടതുണ്ട്. ഞാൻ ഇത് കട്ട് ചെയ്യുമ്പോഴത്തേക്ക് കറക്റ്റായിട്ട് കിട്ടുമോ എന്നുള്ളതാണ് ഒരു ഡൗട്ട്. നമുക്കൊന്ന് നോക്കാം. നമുക്ക് ഇതിൻ്റെ ഈ തണ്ടുണ്ടല്ലോ, അതും കൂടെ നമുക്ക് കറക്റ്റായിട്ട് കിട്ടണം. അപ്പോൾ ഞാൻ മുളകിനെല്ലാം ഇതെല്ലാം കട്ട് ചെയ്തു. അപ്പോൾ നിങ്ങൾക്ക് എരിവിനനുസരിച്ച്, അതായത് നിങ്ങൾക്ക് എരിവ് കൂടുതലായിട്ട് വേണ്ട എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിനകത്തുള്ള അരി എടുത്ത് കളഞ്ഞിട്ട് മാവിൽ മുക്കി ഇട്ടാലും മതി. അപ്പം എനിക്കിത് എരിവ് ആവശ്യമുണ്ട്, അതുകൊണ്ട് ഞാൻ അതുപോലെ തന്നെ ഇതിൻ്റെ അരിയൊന്നും എടുത്ത് കളയാതെ തന്നെ ഇത് മാവിൽ മുക്കി ഇടാൻ വേണ്ടി പോവുകയാണ്. അപ്പം അതിനുമ്പോൾ കുറച്ച് പ്രൊസീജിയറും കൂടെ ഉണ്ട്. അതായത് നമുക്കിനി എണ്ണ ചൂടാക്കണം, എന്നിട്ടേ നമുക്കിത് മാവിൽ മുക്കി ഇടാൻ പറ്റത്തുള്ളൂ. എണ്ണ തിളച്ചിട്ടുണ്ടെന്നാണ് തോന്നുന്നത്. നമുക്കൊരു കാര്യം ചെയ്യാം, ഈ മാവിൽ നിന്ന് 2 തുള്ളി അതിലോട്ടൊന്ന് ഇട്ട് നോക്കാം. റെഡിയായി. അപ്പോൾ നമ്മുടെ എണ്ണ റെഡിയായിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ മുളക് ബജി ഇവിടെ ഇങ്ങനെ റെഡിയായി ഇരിപ്പുണ്ട്. നമുക്കിനി ഇതിനൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. പാർവതി തന്നെ ആദ്യം ഒന്ന് ടേസ്റ്റ് ചെയ്തിട്ട്. അപ്പോൾ ഈ മുളക് ബജിയുടെ കൂടെ സോസും കൂടെ എടുത്തിട്ടുണ്ട്. എന്നാലും അതിൽ മുക്കി കഴിക്കും. അപ്പോൾ ഞാൻ മുക്കി പാർവതിക്ക് കൊടുക്കുകയാണ്. പാർവതിനെ കഴിച്ചു നോക്കിയിട്ട് ഇങ്ങനെയുണ്ട്, അടിപൊളിയായിട്ടുണ്ട്. ഉപ്പൊക്കെ ഉണ്ടല്ലോ, ഉപ്പ് എരിവെല്ലാം ഉണ്ടല്ലോ. ശരി, അപ്പോൾ ഞാനൊന്ന് കഴിച്ചു നോക്കട്ടെ. അപ്പം നിങ്ങളും ഇതുപോലെ ഒന്ന് വീട്ടിലുണ്ടാക്കി വെക്കുക. നമുക്ക് ചായയിലൂടെയൊക്കെ വൈകുന്നേരം പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാവുന്ന ഒന്നാണ് ഈ മുളക് ബജി. അപ്പോൾ നിങ്ങൾക്ക് ഞങ്ങളുടെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി അടുത്തൊരു ദിവസം കാണാം. ബൈ.